ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേണുകയുടെയും ശിവാനിയുടെയും താണ്ഡവം സഹിക്കാനാവാതെ ഇനി നിധി അവർക്ക് മുളകും ഉപ്പും കൂടുതൽ അവർ തന്നെ കലക്കി വെച്ച് അവരെ കൊണ്ട് തന്നെ കുടിപ്പിക്കുന്ന ആ ഒരു റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഗോപിനാഥ് എത്തിയിരിക്കുകയാണ്. ഗോപി വന്നിട്ട് പറയാണ്, മോളെ നിധി നിന്നോടൊരു കാര്യം പറയണം. ഇതേ സമയം രേണുകയാണെങ്കിലും ശിവാനിയോട് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല അവരിപ്പോൾ നിനക്ക് മുന്നിൽ ഒരു അഭിനയം നടത്തി, അത് സ്വർണം കൊണ്ടുവന്ന് നിനക്ക് തന്നു. പക്ഷെ അവർ അവിടെ നിധിക്ക് കൊടുത്തിരിക്കുന്നത് ഒരു സാരിയാണ്. എങ്കിലും കൂടി നിന്നോടല്ല അവർക്ക് സ്നേഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ ഒരു മെസ്സേജ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഈ സമയം നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ മുകളിൽ നിന്ന് രേണുകയും ശിവാനിയും കൂടി താഴോട്ട് ഇങ്ങനെ എത്തി നോക്കണം കേട്ടോ. അപ്പോൾ കാണുന്ന കാഴ്ച ഗോപിനാഥ് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. മോളെ, ഞാൻ നിനക്ക് മാല തരാതിരുന്നത് അതിൻ്റെതായ കാരണമുണ്ട്. എൻ്റെയും പാറുവിൻ്റെയും മനസ്സിൽ വളരെ വിഷമകരമായ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് നിനക്ക് മുന്നിൽ പറയും, ഞങ്ങൾ പറയാതിരിക്കില്ല. എന്തായാലും മോളെ, നിന്നോടൊരു കാര്യം പറയട്ടെ. ഈ അച്ഛൻ ഇപ്പോൾ അവിടേക്ക് സിംഗപ്പൂരിലൊക്കെ നിന്നത് കൊണ്ട് തന്നെ നാടൻ ഫുഡ് കഴിച്ചിട്ട് ഒത്തിരി നാളായി. അതുകൊണ്ട് തന്നെ നാവിന് ടേസ്റ്റ് ഒന്നും ഇല്ലാതായിരിക്കുന്നു. ടേസ്റ്റ് ഉള്ളൊരു ഫുഡ് കഴിക്കണം, അതും നിൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത്. നീ എനിക്ക് ഉണ്ടാക്കി തരില്ലേ എന്നുള്ള ആ ചോദ്യമായിരിക്കുന്നു കേട്ടോ. അത് കേട്ട ഉടനെ തീർച്ചയായും എൻ്റെ അങ്കിളിന് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി തരും, അച്ഛനെ എന്ത് പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കി തരും എന്നും പറഞ്ഞിട്ട് നിധി ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഈ സമയമാണെങ്കിൽ ശിവാനിയോട് പറയണേ, നീ എന്തോ പറഞ്ഞ് പേടിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, അത് ഉറപ്പുള്ള കാര്യമാണ് രേണു കേട്ടോ. എന്നിട്ട് പറയണേ, നീ പേടിപ്പെടുത്തി വെച്ചു എന്നുള്ളൂ, പക്ഷെ അവർക്ക് ആർക്കും നിന്നെ യാതൊരുവിധ ഇഷ്ടവുമില്ല, അത് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ നീയാണ് സ്ഥാനം പറ്റേണ്ടത്. ഇപ്പോഴും നിധിയാണ് അവർക്ക് ഇഷ്ടം, അതില്ലാതാക്കണം എന്ന് പറയണം കേട്ടോ. പിന്നീട് അതിനൊക്കെ വഴിയുണ്ട് അമ്മേ, അത് ഞാൻ ചെയ്യുമെന്നും പറയുന്നു. പിന്നീടാണെങ്കിലോ നിധി നല്ല സന്തോഷവതിയായിട്ട് ഗോപിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ സമയം പാറു അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ടേബിളിൽ ഒരുപാട് ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ പാറു പറയുന്നുണ്ട്, ഇതെന്താ ഒരുപാട് റെസിപ്പികൾ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇത് അച്ഛന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അച്ഛൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അറിയാം, അച്ഛൻ എന്നോട് പറഞ്ഞു ഉപ്പും എണ്ണയും എരിവൊക്കെ കുറച്ചുണ്ടാക്കണമെന്ന്. അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മേ. ആണോ? എന്നാൽ പേടിക്കാനില്ല. അപ്പോൾ ഇത് കേട്ടിട്ട് രേണുകയും ശിവാനിയും ഒളിഞ്ഞു നിന്ന് ഇവരെന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മോളെ, ഒരുപാട് സങ്കടമുണ്ട് നിന്നോട് ഒരുപാട് ക്രൂരതകൾ ഈ അമ്മ ചെയ്തതിൽ. പക്ഷേ എന്ത് ചെയ്യാൻ, എൻ്റെ ഗതികേടാണ്, അതൊന്നും കുഴപ്പമില്ല എന്നും പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ നിധി അവിടെ നിന്ന് പോവാണ്. ഈ സമയം പാറു ഇപ്പുറത്തോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്ന് കാണാൻ രേണുകയും ശിവാനിയും ഈ ഒരു ടേബിളിനരികിലോട്ട് ഓടി വരുന്നത് കാണുന്നു കേട്ടോ. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ രേണുക ഭക്ഷണങ്ങളൊക്കെ തുറന്നു നോക്കിയിട്ട് അടിപൊളി കറികളൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയത്. എന്തായാലും ഇവർക്കിട്ടൊരു പണി തന്നെ കൊടുക്കണം എന്നിങ്ങനെ ശിവാനി പറയണ. കറിയൊക്കെ അവൾ ഉണ്ടാക്കിക്കോട്ടെ, പക്ഷെ ആ കറി ഈ പറയുന്ന ഗൗതമിൻ്റെ അച്ഛൻ, അതായത് പ്രണവിൻ്റെ അച്ഛന് മുഖത്തോട്ട് ഒഴിക്കുന്നത് ഞാൻ അമ്മക്ക് കാണിച്ചു തരാം, അതെങ്ങനെ, അതൊക്കെ ഉണ്ട് അമ്മ നോക്ക് എന്നും പറയുന്നു കേട്ടോ. അങ്ങനെ പിന്നീട് എന്ത് ചെയ്യുന്നു, ആ കറികളിലെല്ലാം ഒരുപാട് എരിവും മുളകും പൊടിയും ഉപ്പും ഇടാൻ വേണ്ടിയിട്ട് രേണുകയോട് പറയാണ്. ശിവാനിയും മുളക് എടുത്തിട്ടുണ്ടാവും, രേണുക ഉപ്പ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഉടനെ അപ്പോൾ നമുക്ക് കഴിക്കേണ്ടത് ഇതാണ് ഗോപിക്ക് ഉണ്ടാക്കുന്നത്, അതായത് പ്രണവിൻ്റെ അച്ഛൻ ഉണ്ടാക്കുന്ന കറി ഇതാണ്. അപ്പോൾ ഇത് പാറു കേൾക്കാൻ കേട്ടോ. പാറു കേട്ട ഉടനെ പാറു ഓടി വരികയാണ്. എന്നിട്ട് പാറു പറയണേ, എന്താണ് നീ കാണിക്കുന്നത്, എന്താ നീ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടാണ് കേട്ടോ. അപ്പോൾ അത് കാണുന്നതിനോട് കൂടിയിട്ട് ദേഷ്യപ്പെടുന്നതിന് കൂടിയിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ഒച്ച എടുക്കുക എന്ന് ശിവാനി ചോദിക്കാനായിട്ടാ. അപ്പോൾ ശിവാനി ഇത് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് വേണം, നീ ചെയ്യുന്നത് കണ്ടു നിൽക്കുകയാണ് വേണ്ടത്. എൻ്റെ ഗോപിയേട്ടന് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും കൂടാൻ പാടില്ലെന്ന് എനിക്കറിയില്ല. എരിവ് പാടില്ല, എണ്ണ പാടില്ല, ഉപ്പ് പാടില്ല, അത് മൂന്നും ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രശ്നം വരും. അതുകൊണ്ട് എരിവും മുളകും ഇടല്ലേ, നിങ്ങൾ എൻ്റെ കൈക്ക് പിടിക്കണ്ട, മര്യാദക്ക് കൈ വിട് എന്ന് ശിവാനി പറയണേ. അത് കേട്ട ഉടനെ പാറു പറയണം, പ്ലീസ് ശിവാനി, നിധി ഉണ്ടാക്കിയ ഈ ഭക്ഷണം കേടുവരുത്തല്ലേ, അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടമായിട്ടാണ് നിധിയോട് ഇത് ഉണ്ടാക്കാൻ പറഞ്ഞത്. അങ്ങനെ എന്നേക്കാൾ നല്ലൊരു മരുമോൾ അവൾ ആവണ്ട എന്ന് പറയണ്ട, മര്യാദക്ക് നിങ്ങൾ പോകുന്നുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഞാനിട്ട് പണിയും. ഇതെന്തായാലും നിങ്ങളുടെ ഭർത്താവ് ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് കിട്ടാൻ പോകുന്നത് ഗൗതം നിങ്ങളുടെ മകനല്ല എന്നുള്ള സത്യം ഞാൻ വെളിപ്പെടുത്തും. അത് കേൾക്കുന്ന പാറു പേടിയോടുകൂടി അവിടെ നിന്ന് പോവാനേട്ടാ.
അങ്ങനെ ഈ പറയുന്നത് പോലെ തന്നെ ഗോപിയുടെ കറികളിലോട്ട് ഉപ്പും എരിവും ഒരുപാട് ഇടുകയാണ്. അതായത് മുളക് പൊടിയും ഒരുപാട് ഇട്ട് കലക്കി വെക്കുകയാണ്. അങ്ങനെ വളരെ സന്തോഷവതിയായി തന്നെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് രേണുക പറയണേ, എന്തായാലും നിനക്കുണ്ടാക്കി വെച്ച ഭക്ഷണം എടുത്തുകൊണ്ടിട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കാസറോൾ പോയി എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കാസറോളിലും കറികളാക്കി വെച്ചിരിക്കുക. ഭക്ഷണങ്ങളെല്ലാം കാസറോളിലും കറികളും എല്ലാം കാസറോളിലാട്ടാണ് നിധി ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ആ കാസറോളുകളുടെ കളറുകളെല്ലാം ഒരേപോലെ ഒരേ വലിപ്പമായിരിക്കൂട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആ കറി കൊണ്ടുവരുമ്പോൾ ഉടൻ തന്നെ രേണുക ചോദിക്കുക, അല്ല മോളെ, ഞാൻ നിനക്കും എനിക്കും മാത്രം സ്പെഷ്യൽ ഉണ്ടാക്കിയതാണ്, പക്ഷേ ഈ കറി എങ്ങനെ അറിയാൻ പറ്റും? ഈ പാത്രങ്ങളെല്ലാം ഒരേപോലെയാണല്ലോ. അത് കേട്ട ശിവാനി, ശരിയാണല്ലോ അമ്മേ, തെറ്റ് നമുക്ക് പറ്റില്ല. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ച് കഴിഞ്ഞാൽ ആ കറി നമ്മൾ കഴിക്കേണ്ടി വരില്ലേ? അത് ഒഴിവാക്കണം. അതിനെന്താ വഴി? ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ തൻ്റെ അമ്മയുടെ നെറ്റിയിൽ പൊട്ട് കാണുന്നു കേട്ടോ. ആ പൊട്ട് എടുത്തിട്ട് ഈ കാസറോളിന് മുകളിൽ ഒട്ടിക്കുകയാണ്. ഇതാണ് അമ്മേ നമ്മുടെ തെളിവ്. ഈ കറി നമുക്കെടുക്കാം, ബാക്കി ഗോപിയുടെയാണ്, അതായത് പ്രണവിൻ്റെ അച്ഛൻ്റെയാണ്. അച്ഛനെ കഴിക്കട്ടെ, അയാൾ കഴിച്ചിട്ട് അയാൾ തട്ടിപ്പോവുക, അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്ത് എല്ലാവരും നിധിയെ വഴക്ക് പറഞ്ഞോളൂ എന്നും പറയുന്നു കേട്ടോ. അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി തന്നെ താൻ ഉദ്ദേശിച്ച കാര്യം നിറവേറുമെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ വസുന്ധര എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. അപ്പോൾ വസുന്ധര വരുന്നുണ്ട്, പ്രണവ് വരുന്നുണ്ട്, ഗൗതം വരുന്നുണ്ട്, നിധി വരുന്നുണ്ട്, അതുപോലെ ഗോപിനാഥും വരികയാണ് കേട്ടോ. പിന്നീട് പാറു ആണെങ്കിൽ പേടിയോടുകൂടി വരുന്നത്. പക്ഷേ പാറുവിനെ ഭീഷണിപ്പെടുത്തും, നിങ്ങൾ എന്തെങ്കിലും മിണ്ടിയാൽ എന്ന് പറയും. അപ്പോൾ ഈ സമയം പ്രണവ്, ശിവാനി നീ ഒരു ഗർഭിണിയാണ്, നീ വാ കഴിക്കാൻ, ഞാനൊരു 10 മിനിറ്റ് കഴിയട്ടെ, അമ്മയ്ക്കൊപ്പം ഇരുന്ന് കഴിക്കാൻ, നിങ്ങൾ ആദ്യം കഴിച്ചോളൂ എന്ന് പറയാം. അങ്ങനെ എല്ലാവരും കഴിച്ചു തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ പൊട്ട് ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് എടുത്തിട്ട് നിധി ഗോപിക്ക് ആ കാസറോളിലുള്ള ആ ഭക്ഷണം എടുത്തിട്ട് ഗോപിക്ക് വിളമ്പാൻ നേരം ഉടൻ തന്നെ പറയണം, ഏയ് അത് തുടരുത് എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഞെട്ടാണ് ഇങ്ങനെ നിധി. എന്താ അത് തുടരുത് എന്ന് പറഞ്ഞാൽ, അല്ല അത് ഞാൻ ശിവാനിക്കുണ്ടാക്കി വെച്ച ഭക്ഷണമാണെന്ന് രേണുക പറയണ്ട. അതുകൊണ്ട് തന്നെ നിധി അവിടെ വെക്കുന്നുണ്ട്. പിന്നീട് ഗോപിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അങ്ങനെ ഗോപി ഇങ്ങനെ ഭക്ഷണം ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ പാറു കണ്ണും ചെമ്പി നിൽക്കുകയാണ്. ഈശ്വര, ഇദ്ദേഹത്തിന് എരിവ് സഹിക്കില്ല, ഉപ്പ് സഹിക്കില്ല, ഈ പെണ്ണ് ചെയ്യുന്ന ക്രൂരതകൾ എന്തുമാത്രം വലുതാണ് ഈശ്വര, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ എന്നെ ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ്. കണ്ണടച്ച് നിൽക്കുമ്പോൾ ശിവാനിയെ രേണുകയും ഇനിയിപ്പോൾ ആ ഭക്ഷണം എടുത്ത് നിധിയുടെ മുഖത്തോട്ട് എറിയുന്ന ആ സീൻ കാണാം എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഗോപി പറയുന്നുണ്ട്, എനിക്ക് നിധി നിൻ്റെ കൈകൾ കൊണ്ട് ഈ ഭക്ഷണം കഴിക്കണമെന്നാണ് വലിയ ആഗ്രഹം. അപ്പോഴേക്കും അത് കേട്ട് നിൽക്കാൻ അങ്ങ് വസുന്ധരയ്ക്ക് കഴിയില്ല. വസുന്ധര പറയണ്, എന്താ ഇവളുടെ കൈ ഇത്ര വല്ലാത്ത പുണ്യമുള്ള കൈയായിട്ടാ, എന്തിനു വേണ്ടാത്തത് പറയുന്നത്? അത് കേട്ടോടുന്ന് തന്നെ ഇവിടെ ഗൗതം പറയണേ, എന്തിനാ നിങ്ങൾ എന്തിലും കയറി ഇടപെടുന്നത്? അപ്പോഴേക്കും പ്രണവ് പറയണേ, നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു ചൂടാണ് എന്ന് അങ്ങനെ ഒരു രീതിയിലും പ്രണവും സംസാരിക്കൂട്ട. അപ്പോൾ ഉടൻ തന്നെ ഗോപി പറയണേ, വസു നിനക്കൊരു തെറ്റുപറ്റി, ഈ നിധി ഉണ്ടാക്കുന്ന ഭക്ഷണം അത് വേറെ എവിടെയും കിട്ടില്ല. ഈ ലോകം മുഴുവൻ കറങ്ങി വന്നാലും അവളുടെ ഭക്ഷണത്തിൻ്റെ സ്വാദ് അത് വേറെ എവിടെയും കിട്ടില്ല. അത് കേൾക്കുന്ന ഗൗതം, അത് ശരിയാണ്. അപ്പോഴേക്കും രേണുകയും ശിവാനിയും മാറി നിൽക്കുന്നുണ്ടല്ലോ. ആ ഭക്ഷണത്തിൻ്റെ സ്വാദ് ഇപ്പം നന്നായിട്ട് അറിയാം, അവളുടെ ഭക്ഷണ സ്വാദ് ആ പറഞ്ഞ നാക്ക് കൊണ്ട് തന്നെ അത് എടുത്ത് വലിച്ചെറിയുന്നത് കാണാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് ഗോപി ഭക്ഷണം വായിൽ വെക്കുമ്പോൾ പാറു കണ്ണടച്ച് നിൽക്കുകയാണ്. പിന്നീട് ഗോപി ഭക്ഷണം ഇങ്ങനെ ഉരുളകളാക്കി വേഗം വേഗം കഴിക്കുന്നത് കാണുമ്പോൾ രേണുകയും ശിവാനിയും ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഉടൻ തന്നെ ഗൗതം ചോദിക്കുന്നുണ്ട്, അച്ഛാ എങ്ങനെയുണ്ട് മോനെ? ഇതിൻ്റെ സ്വാദ് പറയാനുള്ള ടൈം എനിക്കില്ല, അത്രയും രുചിയാണ്, അത്രയും ആർത്തിയോടുകൂടി ഈ ഭക്ഷണം എൻ്റെ വയറ്റിലാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്, അത്രയും ടേസ്റ്റാണ്. അത് കേൾക്കുന്ന രേണുക, എന്താണ് ഇവിടെ സംഭവിച്ചത്? അപ്പോഴേക്കും ശിവാനി, അയാൾ മനഃപൂർവ്വം എരിവുള്ളത് കഴിച്ചും ഉപ്പുള്ളത് കഴിച്ചും നമ്മളെ പൊട്ടന്മാരാക്കുകയായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ പാറു, അല്ല ഏട്ടാ ശരിയാണോ നിങ്ങൾ പറയുന്നത്? നീ എന്താടി പറയുന്നത്? നിധിയുടെ ഭക്ഷണം നിനക്കറിയുന്നതല്ലേ എന്ന് ചോദിക്കുക. അല്ല എങ്ങനെയുണ്ടെന്ന് ചോദിച്ചതാണ്, അത് ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലേ. അപ്പോഴേക്കും ഇങ്ങനെ ഗൗതം പറയണം, എന്നാ നിധി നിൻ്റെ കറി കുറിച്ച് എനിക്ക് താ. അപ്പോഴേക്കും അവർക്ക് കൊടുക്കുകയാണ്. അപ്പോഴേക്കും പ്രണവിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രണവ് എടുത്ത് കഴിക്കുകയാണ്. പിന്നീടാണെങ്കിൽ വസുന്ധര, മതി മതി ഇവിടെ കറി വിളമ്പിയത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുക കേട്ടോ. പിന്നീട് സത്യമാണോ നിങ്ങൾ പറഞ്ഞത് എന്ന് പാറു വീണ്ടും ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പാറുവിന് അറിയാലോ ഇതിൽ എരിവാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഗോപി നുണ പറയാമെന്ന് കരുതിയിട്ട്, എന്താ നിനക്ക് സംശയമുണ്ടോ? എന്നാ വാ, ഞാനൊരു ഉരുള നിനക്ക് തരാം, നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണടിച്ച് എൻ്റെ പാറുവിൻ്റെ വായിൽ ഞാനൊരു ഉരുള വെച്ച് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു ഉരുള പാറുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ പാറു അത് കഴിക്കുമ്പോൾ ഭയങ്കര സ്വാദ്. അത് കാണുന്ന രേണുകയും ശിവാനി ഈശ്വരെ എന്താ ശരിക്കും സംഭവിച്ചത്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നല്ലേ അമ്മ ഉപ്പും മുളകും പൊടിയും ചേർത്തത്, പിന്നെ അത് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയണ. അതിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ഉടൻ തന്നെ വസുന്ധര, ശിവാനി നീ ഒരു ഗർഭിണിയാണ്, ഈ സമയം വരെ നിനക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യേ, നിന്നെ ഭക്ഷണം കഴിക്കാൻ ഇനി പ്രത്യേകം വിളിക്കണം, വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോഴേക്കും പ്രണവിനെ ദേഷ്യം പിടിക്കണം. അങ്ങനെ പ്രണവും വിളിച്ച് ശിവാനിയെ ഇരുത്തണ്ടിട്ട് അങ്ങനെ ശിവാനിയും രേണുകയും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ നിധി ഞാൻ വിളമ്പിത്തരാമെന്നും നിധി പറയുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണങ്ങൾ ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. പിന്നീട് കറി ഒഴിച്ചു കൊടുക്കണം. ആ കറിയും ആ ചോറും കൂടിയിട്ട് വായിലോട്ട് അങ്ങ് വെച്ചില്ല. അപ്പോഴേക്കും എരിവ് സഹിക്കാതെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടോടെ തന്നെ ഒരു ചുമയും വരും കേട്ടോ. അപ്പോഴേക്കും പ്രണവ് ചോദിക്കുകയാണ്, എന്തിനാ ശിവാനി നീ ഇത്ര ആർത്തിയോട് കൂടി കഴിച്ച്, നിന്നെ കുറച്ച് നേരത്തെ വിളിച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ ഉടൻ തന്നെ വെള്ളം വെള്ളം എന്ന് രേണുക പറയണം. അങ്ങനെ വെള്ളം രേണുകക്ക് നിധി എടുത്തു കൊടുക്കുമ്പോൾ ഉടൻ തന്നെ രേണുകയോട് നിധി പറയണം, അത് പറ്റത്തില്ല, വെള്ളം ഭക്ഷണത്തിന് മുന്നേ കഴിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ ആൻറ്റി, അല്ലെങ്കിൽ ആൻറ്റിയുടെ ഭക്ഷണം കുറയും, ഇവിടെ വന്നതിൽ ആൻറ്റി ക്ഷീണിച്ചു എന്ന് പറയരുത്, അതുകൊണ്ട് ആൻറ്റി ഇനി ഭക്ഷണം കഴിക്കുക. എന്താ ആൻറ്റി ഉണ്ടാക്കിയ കറി ടേസ്റ്റ് ഇല്ലേ? അത് കേൾക്കുന്ന രേണുക ആകെ പെട്ടു. ഉടൻ തന്നെ രേണുക നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിങ്ങനെ പറയണ്ടോ. അപ്പോഴേക്കും നാവൊക്കെ നന്നായി കത്തുന്നുണ്ട്, വയറിനുള്ളിൽ എരിച്ചിൽ വരുന്നുണ്ട്. പിന്നീട് നിധി ശിവാനിയോട് ചോദിക്കുക, ഈ ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് നീ കഴിക്കാതെ. എൻ്റെ അമ്മയുണ്ടാക്കിയ ഭക്ഷണം എനിക്ക് സ്പെഷ്യലായി ഉണ്ടാക്കിയ കറിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ കഴിക്കട്ടെ എന്നും പറഞ്ഞ് അത് ഫുള്ളായി നിധി കഴിപ്പിക്കുകയാണ് കേട്ടോ, രേണുകിനെ കൊണ്ടും അതുപോലെ ശിവാനിയെ കൊണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു വിധത്തിൽ കഴിച്ച് വെള്ളം കുടിക്കാൻ നിധി സമ്മതിക്കാതെ അവിടെ നിന്നും ഓട്ടം റൂമിലോട്ട് ഓടണം. പിന്നീട് അവരുടെ നാക്ക് പുറത്തിട്ടിട്ട് അയ്യോ സഹിക്കുന്നില്ല എരിവ് എന്ന് പറഞ്ഞിട്ട് നാക്കിലോട്ട് ഇങ്ങനെ കൈകൊണ്ട് ഊതി നോക്കുന്നുണ്ട്, പലതും ചെയ്തു നോക്കും, പക്ഷേ എരിവ് നിൽക്കുന്നില്ല. അങ്ങനെ നിധി പറയണേ, ഇതാണ് പറയുന്നത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്താൽ ഈശ്വരനെ അത് തിരിച്ചടിക്കുമെന്ന് പറയുന്നത്. അത് കേൾക്കുന്ന രേണുകയും ശിവാനിയും ഞെട്ടി നിൽക്കണം. എന്താ ഇവളീ പറഞ്ഞതിൻ്റെ അർത്ഥം, ഒന്നും തന്നെ മനസ്സിലായില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ഉടൻ തന്നെ നിധി വീണ്ടും പറയണേ, നിങ്ങളെ മുളക് പൊറി അതിൽ കലക്കി വെച്ചിരുന്നു, പക്ഷേ നിങ്ങൾ ചെയ്ത വിഡിത്തം എന്ന് പറയുന്നത് ആ പൊട്ട് അതിൽ വെച്ചില്ലേ, ആദ്യം ഞാൻ ആ പാത്രം എടുത്തപ്പോൾ ആ പൊട്ടുള്ള പാത്രം എടുത്തപ്പോൾ നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്, ആ പൊട്ടുള്ള കറി എടുക്കണ്ട എന്ന് പറഞ്ഞു അല്ലേ, അത് പറഞ്ഞപ്പോൾ പിന്നീട് എനിക്ക് വാശിയായി, എന്നാൽ ആ പൊട്ട് ഞാനങ്ങ് മാറ്റി കുത്തി എന്ന് പറയണേട്ടാ, അതങ്ങ് മാറ്റി മറ്റൊരു പാത്രത്തിലോട്ട് നിങ്ങൾ അറിയാതെ വെച്ചപ്പോൾ നിങ്ങൾ ആ ഉണ്ടാക്കിയ ഭക്ഷണമാണെന്ന് കരുതി നിങ്ങൾ അത് കഴിച്ചു. എൻ്റെ അമ്മായിയച്ഛൻ, അതായത് ഗൗതമിൻ്റെ അച്ഛനെ കൊണ്ട് തന്നെ എൻ്റെ മുഖത്തടിപ്പിക്കാനുള്ള പരിപാടിയല്ലേ രേണുക അമ്മായിയും ഈ നിൽക്കുന്ന ശിവാനിയും ചെയ്തത്. എടി ഇനി എന്തെങ്കിലും എനിക്കും എൻ്റെ കുടുംബത്തിനും നേരെ നീ വിരൽ ചൂണ്ടിയാൽ നിനക്ക് ഇതിക്കും മേലെ ഞാൻ തിരിച്ചടി നന്നിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ.